ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പ്രൊജക്ടറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുപോലത്തെ ഒരു ഫോൺ ഉപയോഗിച്ചിട്ട് നമ്മളൊരു പ്രൊജക്ടറാണ്. അപ്പോൾ ഈ ഫോൺ ഉപയോഗിച്ചാണ് നമ്മളിന്ന് സിമ്പിളായിട്ടൊരു DIY ആയിട്ടൊരു പ്രൊജക്ടർ ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് വിട്ടാലോ? അപ്പോൾ ഗൈസ്, നമ്മുടെ പ്രൊജക്ടർ ഉണ്ടാക്കാൻ നമുക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു ബോക്സ് നമ്മൾ ചെരുപ്പിൻ്റെ എടുത്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെരുപ്പൊക്കെ മേടിക്കുമ്പോൾ ചെരുപ്പൊക്കെ വയ്ക്കുന്ന ആ സെയിം ബോക്സ് തന്നെയാണ് എടുത്തത്. അപ്പോൾ ഇവിടെ ഒരു ഹോളുണ്ട്. അപ്പോൾ ഞാൻ ഈ ഹോളിൻ്റെ കാര്യം ഞാൻ വഴിയേ പറയാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു കത്തി ഓർ എന്തെങ്കിലും അതുപോലെ കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു സാധനം. പിന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു മാഗ്നിഫൈങ് ഗ്ലാസ്. പിന്നെ വേണ്ടത് സ്കെച്ചോ മാർക്കറോ അങ്ങനെ എന്തെങ്കിലും ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത് നോക്കി വയ്ക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിൻ്റെ ഈ ഹോളിൻ്റെ കാര്യം നേരത്തെ പറയാമെന്ന്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഇതുപോലത്തെ ഉള്ളൊരു ബൾബ് വെച്ച് പ്രൊജക്ടർ ഉണ്ടാക്കി നോക്കിയതാണ്, പക്ഷേ വർക്കായില്ല. അപ്പോൾ അത് കണ്ട ഇതിനു വേണ്ടി ഇതുപോലെ ഹോളൊക്കെ ഉണ്ടാക്കി വെറുതെ ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും കണ്ടില്ല. നമ്മുടെ പണ്ടത്തെ ബൾബില്ലേ, ഇത് കംപ്ലൈൻ്റ് ആയത് വെച്ച് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ ഇതൊന്നും നടക്കാത്തത് കൊണ്ട് അവിടെ വെച്ച് നിർത്തി. പിന്നെ ഞാൻ ഒരു ദിവസം തപ്പിയപ്പോഴാണ് നമ്മുടെ ഇങ്ങനത്തെ ഒരു ലെൻസ് നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പോൾ എന്നാൽ പിന്നെ ഇത് വെച്ച് നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാമെന്ന് വെച്ച് ഞാൻ വീണ്ടും എടുത്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡ് എന്തായാലും ഒരു ഹോളാക്കി വെച്ചു. പിന്നെ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ എടുക്കാം. അതിനുശേഷം ഫോണിൻ്റെ ഉള്ളിൽ കയറുമെന്ന് ആദ്യം തന്നെ നോക്കണം. അതിനുശേഷം നിങ്ങൾ ഫോൺ എവിടെയായിട്ട് അടിയിലായിട്ട് ഇത് എവിടെയായിട്ടായിരിക്കും ഈ ബോക്സിൻ്റെ ഉള്ളിലിരിക്കുക. അപ്പോൾ ബോക്സിൻ്റെ ഉള്ളിലിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ലെൻസ് ഈ കറക്റ്റ് സെൻട്രലായിട്ടാണ് വേണ്ടത്. അപ്പോൾ സെൻട്രലായിട്ട് വരുമ്പോൾ നിങ്ങളിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഏകദേശം ഇവിടെയായിട്ടാണ് ഇതിൻ്റെ സെൻറ്റർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം നിങ്ങളൊരു മാർക്കർ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് നിർത്തി വെച്ചതിന് ശേഷം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഈ റൗണ്ടിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയായിട്ട് ഇവിടെ ആയിട്ടാണ് വരെ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഈ ലെൻസ് ഇതിൻ്റെ ഫ്രെയിമിൻ്റെ ഉള്ളിൽ നിന്ന് ഊരിയിട്ട് വേണം ഇതുമ്പോൾ വെച്ചിട്ട് അതിൻ്റെ ഒരു അളവ് എടുത്തിട്ട് കട്ട് ചെയ്യാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ ഫ്രെയിമായിരിക്കും ഈ ലെൻസായിരിക്കില്ല നമ്മളിവിടെ വയ്ക്കാം. അപ്പോൾ ഈ ലെൻസ് ഇവിടെ വെച്ചിട്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പതിയൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. കൈയൊക്കെ മുറിക്കാതെ സൂക്ഷിച്ച് കട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ലെൻസ് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് നോക്കാം. പതിയെ നമ്മുടെ ലെൻസ് എടുത്തിട്ടുണ്ട്. ഈ ബോക്സ് തുറന്നിട്ട് ഇപ്പം ഇതിലും നിങ്ങളുടെ ഇതിലും വലിയ ലെൻസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടിയും പിക്ചർ നമുക്ക് വലുതായിട്ട് കിട്ടും. അപ്പോൾ ഈ ചെറുത് ഇപ്പം എൻ്റെ ഉണ്ടായത്. അപ്പോൾ ഞാനിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഗൈസ്, ഏകദേശം നമ്മുടെ കറക്റ്റ് അളവാണ്. എന്നാലും നന്നായിട്ട് ടൈറ്റായിട്ടൊന്നും ഇരിക്കണില്ല, ചെറിയ ലൂസ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ വെച്ചായിരുന്നോളും. കണ്ട ഞാനിപ്പോൾ കൈ വിട്ടേക്കാണ്. പക്ഷേ എന്നാലും നമുക്ക് സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ടേപ്പ് വെച്ചിട്ട് സൈഡിൽ ഒട്ടിച്ച് കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മറ്റേ മാസ്കിംഗ് ടേപ്പ് ഞാൻ ആദ്യം ഉപയോഗിക്കാമെന്ന് ഉദ്ദേശിച്ചത്. പിന്നെ വിചാരിച്ചു ഇത് ഉപയോഗിക്കാമെന്ന്. മാസ്കിംഗ് ടേപ്പ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ സൈഡിലായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇത് വെച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷമായിരിക്കും ഈ മാസ്കിംഗ് ടേപ്പ് ഒന്ന് വെച്ച് സൈഡിൽ വെളിച്ചം പുറത്തേക്ക് വരാത്ത രീതിയിൽ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് വെച്ചൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡുകൾ ഈ മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ച് ചെറുതായിട്ട് ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിലൂടെ പ്രകാശം പുറത്തേക്ക് വേണ്ടിയിരിക്കാൻ വേണ്ടിയാണ്. അതെ, ഇതുപോലത്തെ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് ഈ ലെൻസിൻ്റെ മീതെ ഒട്ടിക്കാൻ പാടില്ല. കാരണം ലെൻസിൻ്റെ മീതെ ഒട്ടിക്കാൻ നമ്മുടെ വീഡിയോനെ ബാധിക്കും. അപ്പോൾ അതെ, സൈഡൊക്കെ വെളിച്ചം പുറത്ത് വരാത്ത രീതിയിൽ ഇങ്ങനെയാക്കി ഒട്ടിച്ച് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ പുറത്തൊക്കെ ഇവിടെയൊക്കെ വേണമെങ്കിൽ പെയിൻ്റ് അടിക്കാം. അപ്പോൾ പെയിൻ്റ് അടിക്കുന്നില്ല ഞാൻ. അപ്പോൾ നമുക്കിനി നമ്മുടെ ഫോണിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വയ്ക്കാൻ പറ്റും നോക്കാം. കറക്റ്റാണ്. അപ്പോൾ ഫോണൊക്കെ ഇവിടെ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫോണിങ്ങനെ ഇരിക്കണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്റ്റാൻഡ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും
വഴി ഇങ്ങനെ വയ്ക്കാം. ഇപ്പം എൻ്റെ ഫോൺ ഇവിടെ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ ഫോണിൽ ഓണാക്കാം. ഫോണിൽ ഓണാക്കിയിട്ട് നമുക്കിത് ഇവിടെ വെച്ച് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ കാണുന്ന മിക്കവരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ ഗൈസ്, സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യം തന്നെ ഒരു ഫോട്ടോ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് ഇത് വരുന്നുണ്ടോയെന്ന്. അപ്പോൾ അതിനായി തന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മുടെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ആയിരിക്കും നിങ്ങളിപ്പോൾ ഇതിൻ്റെ പ്ലേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു വീഡിയോയുടെ തമ്പനയിലായിരുന്നു. അപ്പോൾ ഞാൻ സിനിമയിൽ അഭിനയിച്ചൊരു ഭാഗം വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ കാണിക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് ഈ സംഭവം ഒന്ന് എഡിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്തിടാം. ഏതെങ്കിലും സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്തിടാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാലും നമ്മളിങ്ങനെ ചെയ്താലും ചിലപ്പോൾ കാണാം ഇതുപോലെ ഇങ്ങനെ തിരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ എഡിറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതിന് ശേഷം നിങ്ങളുടെ ഫോണിൻ്റെ ബ്രൈറ്റ്നെസ് ഫുള്ളാക്കി വയ്ക്കാം പ്ലീസ്. ഓക്കെ, ബ്രൈറ്റ്നെസ് ഫുള്ളാക്കി വെച്ച ശേഷം ഫോൺ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. ഫോൺ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അയ്യോ, ഒരു സ്റ്റാൻഡ് വെക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമ്മളിങ്ങനെ കൈ വെച്ച് നോക്കാം. വെച്ച് നോക്കിയാൽ ഒന്നും കാണുന്നില്ലല്ലോ. ചെറുതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഇതിനൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോരം പ്രകാശം വരുന്നുണ്ട് എന്നൊക്കെ നമുക്കിത് ഒന്ന് ചുമരുമേക്ക് ലൈറ്റ് കടത്തിയിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്കിനി ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കും ഇരിക്കേണ്ടാവുക. നിങ്ങളിങ്ങനെ വെച്ച് കൊടുക്കാൻ പാടില്ല. അതിന് തല ഇരിച്ച് വേണം വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഗൈസ്, ഏകദേശം ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് ഇവിടെയായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും സപ്പോർട്ടിന് വേണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് ഇവിടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു ബോക്സ് എടുത്തിട്ട് വേണമെങ്കിൽ സപ്പോർട്ടിനായിട്ട് ചെറുതായിട്ട് വെച്ച് കൊടുക്കാറുണ്ട്. അതിനുശേഷം ഇത് ഇവിടേക്കാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വെച്ചാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ടേബിൾ എടുത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാകുമ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെ നീക്കി അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ഒരു ചെയർ എടുത്തത്. ലൈറ്റ് ഓഫ് ചെയ്ത് നോക്കാം. ഇതിനകത്ത് നമ്മുടെ ഇത് വന്നിട്ടുണ്ട്. കണ്ട, നമ്മുടെ പ്രൊജക്ടറിൽ നമ്മുടെ സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പതിയെ അഡ്ജസ്റ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ഫോക്കസ് ആയിട്ടുണ്ട് സംഭവം. വേണ്ട, നമ്മുടെ കൈമേക്ക് അടിച്ച് അത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബോക്സ് അടച്ചു വയ്ക്കണമെങ്കിൽ കുറച്ചും കൂടി വേണമെങ്കിൽ വെളിച്ചം പുറത്തേക്ക് വരുന്നത് പൊക്കോളും. അപ്പോൾ അതെ, ഇതുപോലെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നമ്മുടെ പ്രൊജക്ടർ ഏകദേശം സക്സസ് ആയിട്ട് വർക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ചും കൂടി ഒന്ന് സ്ക്രീൻ വലുതാക്കി നോക്കാം. ഇപ്പോൾ ഗൈസ്, നമ്മുടെ പ്രൊജക്ടർ സ്ക്രീൻ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനകത്ത് ഏതെങ്കിലും ഒരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ പ്ലേ ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ എൻ്റെ തന്നെ വീഡിയോസാണ് ഞാൻ എടുത്ത് വെച്ചേക്കണേ, കാരണം കോപ്പിറൈറ്റ് വരാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മളത് ഇതിവിടെ ഇത്രയും വലുതായിട്ടുണ്ട് നമ്മുടെ സ്ക്രീൻ. അപ്പോൾ നമ്മളത് പ്ലേ ചെയ്ത് കൊടുക്കാൻ പോവാണ്. എന്നിട്ട് ഇതിൻ്റെ ബോക്സിൻ്റെ അടപ്പം വെച്ച് ഇങ്ങനെ അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ക്യാമറയിൽ അധികം കിട്ടുന്നില്ല. ബട്ട് നമുക്ക് നേരിട്ട് നോക്കിയാൽ കണ്ണുകൊണ്ടൊക്കെ നോക്കിയാൽ കറക്റ്റ് കാണാൻ പറ്റും. കണ്ടോ, കുറച്ചും കൂടി അടുത്തേക്ക് വരുമ്പോൾ ഇതിനകത്ത് കുറച്ചും കൂടി കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ക്യാമറയിൽ അധികം വെളിച്ചം കിട്ടുന്നില്ല. കണ്ടോ, ഏകദേശം എൻ്റെ ഇത്രയും കണ്ട ഗൈസ്, എൻ്റെ ഒരു കൈയിനേക്കാൾ ഇത്രയും വലിപ്പമുണ്ട്. കണ്ട, ഇത്രയും വലിപ്പമുണ്ട് ഗൈസ്. അപ്പോൾ ശബ്ദം ഒക്കെ നിങ്ങൾ ഫോണിൽ നിന്ന് കൊടുക്കേണ്ടി വരും. അപ്പോൾ നന്നായിട്ട് ഏകദേശം കാണാൻ പറ്റുന്നുണ്ട്.
കണ്ടോ, ഈ ഒരു ഫോണിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ കാണുന്നത്. നമുക്കിത് കുറച്ചും കൂടി ഒന്ന് അടുത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് നോക്കാം. അപ്പോൾ ഗൈസ്, ഈ നമ്മുടെ പ്രൊജക്ടർ സ്ക്രീൻ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കണ്ട നല്ല ക്ലിയറായിട്ട് സംഭവം കാണുന്നുണ്ട്. ഇപ്പോൾ കണ്ട ഈ ഒരു ഇതിൽ നിന്നാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഫോണിൽ നിന്ന്. കണ്ട സബ്സ്ക്രൈബിംഗ് ഒക്കെ കറക്റ്റായിട്ട് കാണാം. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways. And on we'll go. On we'll go. Finding life along the way, melodies we haven't played. No, I don't want no rest. Echoing around these walls, fighting to create a അപ്പോൾ ഗൈസ്, song. നിങ്ങളിപ്പോൾ കണ്ടത് ഈ ഒരു ഫോൺ ഉപയോഗിച്ച ആ പ്രൊജക്ടറാണ്. അപ്പോൾ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ യൂസ് ചെയ്ത ലെൻസിൻ്റെ വലിപ്പം ചെറുതായിട്ടൊന്ന് കുറഞ്ഞു പോയി. അപ്പോൾ അതൊരു വലിയ കുറച്ചും കൂടി വലിപ്പമുള്ള ലെൻസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും വലുതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഫോണിൽ നല്ല ബ്രൈറ്റ്നസ് കൂടുതലുള്ള ഫോണാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് വൈഡാക്കി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതും അത്യാവശ്യം നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ടി വിനേക്കാളും നല്ല വലിപ്പത്തിൽ എന്തായാലും നമുക്ക് കാണാനുള്ള വിഷ്വൽ നമുക്ക് ഇതിനകത്ത് നിന്ന് നമ്മുടെ ഈ പ്രൊജക്ടറിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല ഇരുട്ടുള്ള റൂമിൽ വെച്ച് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളിപ്പോൾ ഒരു വെള്ള സർഫേസിലേക്ക് അടിച്ചു നോക്കിയാലാണ് കറക്റ്റ് അതിൻ്റെ ഇത് കിട്ടുള്ളൂ. പിന്നെ സ്പീക്കറും കാര്യങ്ങളും നിങ്ങളുടെ ഫോണിൽ നിന്ന് ശബ്ദം കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു എക്സ്റ്റേണൽ സ്പീക്കർ കണക്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കണ്ടാലോ. ബായ്.